മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വിങ്ങുകളിലൂടെ നടന്ന് ഒടുവിൽ അവരുടെ ആരാധകരുടെ ഹൃദയങ്ങളിലേക്ക് ചാട്ടൊളി പോലെ കയറിച്ചെന്ന മാന്ത്രികൻ റൊണാൾഡോയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വാക്കുകൾ. 2016 ക്ലബ് സീസണിൻ്റെ തുടക്കത്തിൽ സ്പെയിനിലെ പ്രമുഖ മാഗസിനായിട്ടുള്ള ദ സ്പോർട്സ് അവരുടെ 1-ാം പേജിൽ റൊണാൾഡോയുടെ പടത്തിനിതായി ഇങ്ങനെ എഴുതി ദ എൻഡ് എന്ന്. റൊണാൾഡോയുടെ കളി ജീവിതത്തിലുടനീളം പല കാലത്ത് പല മനുഷ്യർ എഴുതിയിട്ടുണ്ട്, ഊഹിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട് ദ എൻഡ് എന്ന്. എന്തിന് കഴിഞ്ഞ 2022 ഖത്തർ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ തോറ്റു പുറത്തായപ്പോൾ ആരാധകർ ഒന്നടങ്കം കരുതി ഇത് ഈ മനുഷ്യൻ്റെ അവസാനത്തെ കളിയായിരിക്കുമെന്ന്. എന്നാൽ നമ്മുടെ പ്രവചനങ്ങളെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് അയാൾ കളി മൈതാനങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിച്ചു. റൊണാൾഡോ എങ്ങനെയാണ് ആരാധകർക്ക് പ്രിയപ്പെട്ട താരമാകുന്നത്? ഏറ്റവും മികച്ചവൻ മെനിയാനീതനായിരിക്കണമെന്ന നമ്മുടെ പൊതുധാരണയെ, പൊള്ളധാരണയെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വയം മികച്ചവനെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ആഗ്രഹിച്ചതൊന്നും നേടാൻ കഴിയില്ല എന്ന് ഒരു തലമുറയെ പ്രചോദിപ്പിച്ചുകൊണ്ട് സാന്റിയാഗോ ബെർണബ്യൂവിൻ്റെ ചാമ്പ്യൻസ് ലീഗ് നൈറ്റുകളിൽ അത്ഭുത രാത്രികൾ സൃഷ്ടിച്ചുകൊണ്ട് തോറ്റുപോകുമ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യതയുടെ പേരാണ് ഫുട്ബോൾ എന്നൊരു 100 ആവർത്തി തെളിയിച്ചുകൊണ്ട് പെനാൽറ്റി ബോക്സിൽ ഒരു മനുഷ്യൻ നെഞ്ചും വിരിച്ചു നിൽക്കുമ്പോൾ ഓരോ ശ്വാസനിശ്വാസത്തിനിൽ നിന്ന് സമ്മർദ്ദത്തിൻ്റെ മുനമ്പുകളിലൂടെ ഉയരുന്ന ഓരോ തുകൽ പന്തിനെയും അത്യുന്മാദത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക്, ആനന്ദങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും മാത്രം നമ്മൾ കേട്ടിരുന്ന ഫുട്ബോളിൻ്റെ കരഘോഷത്തെ സൗദിയിലേക്ക്, ഒരു അറബ് രാജ്യത്തിലേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ നമ്മളടക്കമുള്ള 3 തലമുറകളുടെ പ്രിയപ്പെട്ട താരമാകും, നിറമുള്ള സ്വപ്നമാകുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കാൻ കഴിയുക? വേരറ്റു പോകിലും ഞാൻ നിന്റെ പേരിൽ തേനറ്റ പുഷ്പമായി വാടിക്കിടക്കും ഹാ പ്രണയമേ. പിറന്നാൾ മംഗളങ്ങൾ പ്രിയപ്പെട്ട ക്രിസ്ത്യാനോ.